ഹേ സബ് എല്ലാവർക്കും എതിർ ബ്ലോഗ്സിന്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഗൈസ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങിയേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐലൻഡ് സർവൈവൽ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കായിരുന്നു. അപ്പോഴാണ് ഓർത്ത് എൻ്റെ ഫോണിൽ നിറച്ച് ഗെയിംസാണ്. അപ്പോൾ ആ ഗെയിംസൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ഫോണിന് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഇത് കളഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ അറിയാതെ ആ മൈൻക്രാഫ്റ്റ് എടുത്ത് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളതായതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ? എൻ്റെ സ്കിൻ എങ്ങനെയുണ്ട്? കൂൾ സ്കിന്നല്ലേ? മുടിയൊക്കെ ചുമ്മാ ഈ സ്കിൻ. അപ്പോൾ നമുക്ക് അവിടെ പുറകെ കാണുന്ന മരം ഇടിച്ചുകൊണ്ട് നമ്മുടെ സീരീസ് അങ്ങ് തുടങ്ങിയാലോ? ഇപ്പോൾ നമുക്ക് ഈ മരം ഇടിച്ചുകൊണ്ട് നമ്മുടെ സീരീസ് അങ്ങ് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് പണിയാണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടർ ബേസ്. അത് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കുട്ടി ബേസാണ്, മിഡിൽ ടൈപ്പുള്ളൊരു ചെറിയൊരു വീടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല, എന്നാലും എനിക്ക് ഇപ്പോഴത്തേക്ക് തങ്ങാൻ വേണ്ടി ഷീപ്പുമാരെയൊക്കെ ഒന്ന് തല്ലി കൊന്നേക്കാം. ഒരു ഊള്, 2 ഊള്, അതാ 3ാമത്തെ ഊളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കാര്യം ഒരു ബ്രൗൺ വൂളായിരിക്കണം. അപ്പോൾ ഇവിടെ വല്ലതും ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ ഡൈ നമുക്ക് വന്ന ബ്ലൂ പിന്നെ ബെഡ് ഉണ്ടാക്കാം. അവിടെ മറ്റേ സ്കെൽറ്ററൊക്കെ നമുക്കിതങ്ങ് എടുക്കാം. എടുക്കാം എടുത്തോ. അയ്യോ സോംബി. ഓക്കെ. അപ്പോൾ നമുക്ക് ബ്ലൂ ഡൈ കിട്ടും. അപ്പോൾ നമുക്കൊരു ബ്ലൂ ബെഡ് ഉണ്ടാക്കിയേക്കാം. ഞാൻ എന്താ ഉറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലൂ ബെഡ് ഉണ്ടാക്കി സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ബേസിക് ടൂൾസൊക്കെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഈ മച്ചാൻ എന്നെ കൊന്നായിരുന്നു കേട്ടോ. ഇതേ ഈ സ്പൈഡറും ഈ ഡ്രൗണും എന്നെ ഒരുമിച്ചൊന്ന് അടിച്ചെന്നെ കൊന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിതങ്ങ് എടുത്തിട്ട് നമ്മുടെ ബേസിക് ടൂൾസ് ഒന്നും ഉണ്ടാക്കിയേക്കാം. ടൂൾസല്ല, നമുക്ക് പിക്കാക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് വേറെ നമുക്ക് വുഡിൻ്റെ പിക്കാക്സ് മാത്രം മതി. ഇവന്മാർ രാവിലെ ഒന്നും ചെയ്യില്ലേ? എന്തിലൊക്കെ ആവട്ടെ. നമുക്കൊരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോറേജിലേട്ടാ ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജിലേട്ടാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്കത് കുറച്ച് അധികം റീസോഴ്സ് ആവശ്യമുണ്ട്. അതായത് സ്പ്രൂസൊക്കെ കണ്ടുപിടിക്കണം. അതേ ക്രീപ്പർ ഉണ്ടല്ലോ, ചാവ്. അവൻ ചത്തില്ല, പക്ഷെ ഞാനിപ്പോൾ ചത്തേനെ. ഇപ്പോൾ പോട്ടെ. ഇതെന്നാ ഇപ്പോൾ ഞാൻ ഷോ മൈൻഡ് സ്ഥലം. നമുക്കതിനാവശ്യമായിട്ടുള്ള റീസോഴ്സ് ഒന്ന് കളക്ട് ചെയ്യണം. അത് ഒത്തിരി റീസോഴ്സ് ഒന്നും വേണം. നമുക്ക് ആ ഒരു ഡീപ് സ്ലെറ്റൊക്കെ ആവശ്യമുണ്ട്. ആ ഡീപ് സ്ലെറ്റിൻ്റെ വൈ ലെവലിൽ എത്ര ഡീപ് സ്ലെറ്റിൻ്റെ വൈ ലെവൽ ആർക്കും നമുക്ക് ആ ഡീപ് സ്ലെറ്റിൻ്റെ വൈ ലെവലിലോട്ടൊന്ന് കുഴിച്ച് പോയി നോക്കാം. ഞാൻ എവിടെയായിരുന്നു താഴേക്ക് മൈൻഡ് ചെയ്ത് പോയേ? ഈ സ്ഥലമല്ലേ? എന്തായാലും നമുക്ക് അതിന് മുമ്പത്തെ ഇതൊക്കെ നമുക്ക് ഇന്ന് ചെയ്തേക്കാം. ആ ഒരു ഡാർക്ക് ഓക്ക് കണ്ടുപിടിക്കണം, സ്പ്രൂസ് കണ്ടുപിടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിച്ച് ഇതേ ബാക്കിൽ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് എൻ്റെ റീസോഴ്സൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്തോട്ടെ. ഒരു ഡാർക്ക് ഓക്ക് ബയോമുണ്ട്. ആ ഡാർക്ക് ഓക്ക് ബയോമിൽ നിന്ന് നമുക്കൊരു 4 സ്റ്റാക്ക് എടുക്കാം. നമുക്ക് 4 സ്റ്റാക്ക് ഡാർക്ക് ഓക്ക് എടുക്കാം. എൻ്റെ ബോട്ട് അത്രേ ഉള്ളൂ. നമുക്കൊരു 4 സ്റ്റാക്ക് ഡാർക്ക് ഓക്ക് കൂടി എടുത്തിട്ട് നമുക്ക് ബേസിൽ പോവാം. ഒരു മരം വെട്ടിയപ്പോൾ എനിക്ക് 38 ലോഗ് കിട്ടി. ഇനി നമുക്ക് ഒരു 2-3 മരം വെട്ടിയാൽ മതി എന്ന് തോന്നുന്നു 4 സ്റ്റാക്ക് ആവാൻ. നമുക്ക് അതും കൂടി ഒന്ന് വെട്ടിയിട്ട് ഞാൻ വരാം. 1 സ്റ്റാക്ക്, 2 സ്റ്റാക്ക്, ഫൈനലി ഞാൻ 3 സ്റ്റാക്കും 18 എടുത്തിട്ടുണ്ട്. ഞാൻ 4 സ്റ്റാക്ക് തികച്ചെടുത്തില്ല, കാരണം അത്ര നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് ഡാർക്കൊക്കെ അത്ര ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ഇനി നമുക്ക് ബ്രിഡ്ജും കൂടെ എടുക്കണം. നമ്മൾ ഈ സൈഡിൽ ആ സൈഡിലായിട്ടൊരു അങ്ങോട്ടൊരു ബ്രിഡ്ജ് കുറച്ച് കണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നൊരു അതേ ആ കണ്ണ ബ്രിഡ്ജ് കുറച്ചിന് ഒരു 3 ബ്രിഡ്ജും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം.
പക്ഷേ അങ്ങനെ ഞാൻ 3 സ്റ്റാക്കും 3 ബ്രിക്സ് ലോഗ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വുഡ് ടൈപ്പ് നമ്മൾ നമ്മുടെ ബേസിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ചെസ്റ്റിനകത്ത് ആക്കി വെച്ചാൽ മാത്രം മതി. കുറച്ചുകൂടി റിസോഴ്സ് വേണം കഴിച്ചൊക്കെ. അപ്പോൾ ഈ ലോഗ് ഇത്രയൊക്കെ മതി. ഇതിൽ ഇത്രയൊന്നും വേണ്ട കാര്യം. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ നമുക്ക് കുറേ സാപ്ലിങ് കിട്ടി. ബ്രിക്സ് കുറേ സാപ്ലിങ് കിട്ടി. നമ്മുടെ ഇപ്പോൾ തന്നെ 47 സാപ്ലിങ് കിട്ടി. എൻ്റെ പൊന്നെ, 47 എന്ന് പറഞ്ഞാൽ ചില്ലറ നമ്പറാണ്. എന്തായാലും നമുക്കിനി ബേസിൽ പോയിട്ട് വേറെ നമ്മുടെ ഡീപ് സ്ലെറ്റ് കൊണ്ടുവരണം, സ്പ്രൂസ് കൊണ്ടുവരണം. അതൊക്കെ ഒരു ചടങ്ങാണ്. ഈ അടുത്തായിട്ട് സ്പ്രൂസ് ഒന്നും ഇല്ല, കുറേ ദൂരം പോകണം. എന്തായാലും ഞാൻ ഇനി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സോർട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ എന്നെ കിട്ടിയ ഇത് വുഡൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പ്രൂസും വേണം, ഓക്കും വേണം. ഓക്ക് നമ്മുടെ തൊട്ടടുത്തായിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒരു സ്പ്രൂസാണ് വേണ്ടത്. നമുക്ക് ആ സ്പ്രൂസിൻ്റെ ഭയവും ഈ തൊട്ടടുത്തൊന്നും ഇല്ല. കുറേ പോയാലാണ് നമുക്ക് ആ ഒരു സ്പ്രൂസ് കിട്ടുള്ളൂ. നമുക്ക് അതും കൂടി ഒന്ന് കിട്ടുമോ നോക്കാം. ഞാൻ ഏതെങ്കിലും ഒരു ബയോമിൽ എത്തുമെന്ന് നോക്കാം. കൂടെ ഒരു വില്ലേജും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമായൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും പോയി സ്പ്രൂസ് ബയോ കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നേരത്തെ ഒരു ഷിപ്പ്രഗ്. ഈ ഷിപ്പ്രഗിൽ വല്ലതും ഉണ്ടോ പോലും. ഇത് വല്ല നല്ല ആവശ്യമുള്ള സാധനം കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ഐസ് ബയോ സ്പ്രൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് വേറെ വല്ലതും ബയോ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ വേറെ വല്ലതും ബയോയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിച്ചു. ഇതുവരെയായിട്ടൊന്നും കിട്ടിയില്ല. ലഷ് കേവ്. ലഷ് കേവ് കിട്ടി നമുക്ക്. ഈ ലഷ് കേവ് ഇങ്ങനെയൊക്കെ സ്പോൺ ആവുക. നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ലഷ് കേവ് ഇങ്ങനെയൊക്കെ സ്പോൺ ആവണം എങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് ഈ മോസ് ബ്ലോക്ക് കുറേ ആവശ്യം വരും. നല്ലൊരു ബ്ലോക്കാണ്. കാരണം ഇത് പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തൊക്കെ മേലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പായിരിക്കും. കുറച്ച് ബ്രിഡ്ജ് ഇട്ടേക്കാം. നമുക്ക് ഈ ഒരു അസേല് നമ്മുടെ വീട്ടിൽ തൂക്കാൻ കൊണ്ടുപോയി. ഈ വൈലൊക്കെ ഫോണാവോ ഈ ലഷ് കേവ്? അത് ഇങ്ങനെ കേവിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ. എന്തായാലും കിട്ടി. വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. ആക്സിലോട്ടിലെല്ലാം ഉണ്ടായിരുന്നു. അതിന് കൊണ്ടുപോകാമായിരുന്നു. എന്തായാലും അതിനുമില്ല. അത് വേറെ കേസ്. ഇനി നമുക്ക് ബാക്ക് ടു ജോണി നമ്മുടെ ക്രൂസ് കണ്ടുപിടിക്കാനുള്ള യാത്ര തുടരാം. ഇപ്പോൾ ഞാൻ ഏതോ ഒരു ഐസ് ബയോമിൽ എത്തിയിട്ട് കുറച്ച് നേരമായി ഞാൻ ഇങ്ങനെ കറങ്ങണു. ഒരു ബയോമ് കണ്ടിട്ട് കണ്ടില്ല. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെയും കണ്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. ഇരിക്കുന്നു നമ്മുടെ. അയ്യോ, ഞാൻ ആക്സ് എടുത്തില്ലല്ലോ. ഇതുണ്ടാ എൻ്റെ ഫിഷിംഗ് റോഡ്. അത് ഞാൻ മറ്റേ ഈ ഐസ് ബയോമിൽ തന്നെ എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ തുഴഞ്ഞു ഒരു ഐസിൽ കൂടെ പെട്ടെന്ന് ഞാൻ ഒരു സ്ട്രക്ചറുണ്ട്. ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ എനിക്ക് ലക്ക് ഓഫ് ദി സീ അൺബ്രേക്കിംഗ് ലൂറുള്ള ഫിഷിംഗ് റോഡ് കിട്ടി. എന്തായാലും ലക്കായിപ്പോയി. നമുക്ക് ഇവിടേക്ക് പോയിട്ടാൽ അല്ല മീനൊന്നും അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു 3 സ്റ്റാക്ക് സ്പ്രൂസും കൊണ്ട് വീട്ടിലോട്ട് പോകാം. അതായിരിക്കും നല്ലത്. ഇതൊരു ടൈഗയാണ്. ഇത് ഞാൻ നിൽക്കണ ബ്ലോക്ക് എന്തോരം ബ്ലോക്ക് ചെയ്യാൻ പോയെന്നറിയോ. കുറേ ഞാൻ തുഴഞ്ഞാണ് എനിക്കിത് എത്തിയത്. സന്തോഷമായി എനിക്ക്. ഇനി ഇതെനിക്കൊരു 2.5 സ്റ്റാക്കൊക്കെ മതിയാവും. എന്നാലും ഞാൻ ഒരു സേഫ്റ്റിക്ക് 3 എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഒരു 3 സ്റ്റാക്ക് സ്പ്രൂസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിച്ചൊക്കെ. ഫൈനലി ഞാൻ ഇത്രയും സ്പ്രൂസ് വുഡ് ഞാൻ അവിടുന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ എന്തോരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പോൾ 3 സ്റ്റാക്ക് 47 എണ്ണം ഉണ്ട്. നമുക്ക് ഇത്രയും തന്നെ മതി. ഇത്രയൊന്നും വേണ്ട. ഞാൻ സേഫ്റ്റിക്ക് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുള്ളൂ. പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, കിട്ടിയ വുഡൊക്കെ ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ചെസ്റ്റിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡീപ് സെറ്റും വേണം. കുറച്ച് ക്യാമ്പ് ഫയറൊക്കെ വേണം. നമുക്ക് അതൊക്കെ കുറച്ച് ടഫാണ്. നമുക്ക് ഡീപ് സെറ്റ് മൈനസ് ഏത് ലെവലാണെന്ന് എനിക്കറിയില്ല. താഴേക്ക് ഒരു സ്റ്റെയർ കേസ് പോലെ സെറ്റ് ചെയ്തിട്ട് അതൊരു 3 സ്റ്റാക്ക് ഡീപ് സെറ്റും റെഡിയാക്കാം. പിന്നെ നമ്മുടെ ഇരിക്കുന്ന വുഡും കൊണ്ട് വേറെ സ്റ്റെയർസ്, സ്ലാബ് അതൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ വീടുണ്ടാക്കാൻ നേരത്ത് ഉണ്ടായിക്കോളും. നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും.
ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബോറാകുമെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ. എന്തായാലും ബോറായില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമുക്കെന്നാൽ ഒരു സ്റ്റെയർ കേസ് പോലെ സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഡീപ്പ് സെറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഡീപ്പ് സെറ്റ് നല്ലൊരു മറ്റേ ഡീപ്പ് സെറ്റിൻ്റെ ടൈല് നല്ലൊരു ബിൽഡിംഗ് ബ്ലോക്കാണ്. അത് നല്ല കാണാനൊരു രസമുണ്ട്, ഒരു ഡാർക്ക് തീമുണ്ട്. നമുക്കെന്നാൽ അത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് താഴേക്ക് ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി നോക്കാം. ഞാൻ സ്റ്റെയർ കേസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. നമുക്ക് ആ കേവിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കോളൊക്കെ വാങ്ങിച്ച് നമുക്ക് ടോർച്ചും കൊണ്ട് താഴേക്ക് ഇറങ്ങാം. അതായിരിക്കും സേഫ്. ഇതൊരു വലിയ നല്ല വലിയ കേവാണ് ഈസൊക്കെ. ഇതോ ഒരു കോവിൽ പക്ഷെ എന്തോ ഒരു കോളിരിക്കുന്നു. ആ കോളൊന്ന് പോയി എടുക്കാം. ഈ ആൻഡസൈറ്റൊക്കെ ഉണ്ട്. ആൻഡസൈറ്റ് വേണം നമുക്ക്. ആൻഡസൈറ്റ് കുറച്ച് വേണം, 30 എണ്ണം വേണം ആൻഡസൈറ്റ്. ഇറങ്ങി കോള് വേണം, കോള്. നമുക്ക് ഈ മോസ് ബ്ലോക്ക് വെച്ചിട്ട് തന്നെ കയറിയേക്കാം. ഞാനിതൊരു ഇങ്ങനെ വെച്ചേ. ഓക്കെ ഞാൻ ഇതൊന്ന് മൈൻഡ് ചെയ്തിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഏറ്റവും താഴേക്ക് പോയി ഡീപ്പ് സെറ്റ് മൈൻഡ് ചെയ്യാൻ പോകാൻ കഴിച്ചു. അതായിരിക്കും നല്ലത്. കാരണം അടിയിൽ നിറച്ച് മോബായിരിക്കും. പ്രത്യേകിച്ച് ആ ക്രീപ്പറും സ്കെൽറ്ററൊക്കെ ഉണ്ടാവും. സ്കെൽറ്ററിനെ പേടിച്ചാൽ മതി, ക്രീപ്പറിനെ ഒത്തിരി പേടിക്കണ്ട, അവനെ കൊല്ലാൻ എളുപ്പമാണ്. പക്ഷേ സ്കെൽറ്റർ അങ്ങനെയല്ല, അവന്മാർക്ക് ദൂരെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതോ ഒരു അയണും കൂടി നമുക്ക് അങ്ങ് എടുത്തേക്കാം. അറിയൊരു അയൺ എല്ലായിടത്തും അയൺ. എന്നാൽ നമുക്കൊരു ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ട് താഴേക്ക് ഇറങ്ങാം. അത് ഇച്ചിരി കൂടി സേഫ് ആയിരിക്കും കഴിച്ചാൽ. അതാണ് 3 അയണായിട്ടുണ്ട്. അത് 4ാമത്തെ ഒരു അയൺ. അവിടെ 2ാമത്തെ കോള് ഫസ്റ്റ് കോള് ചെയ്ത് തീരുന്നതിനെക്കാട്ടും മുമ്പ് കംപ്ലീറ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കുറേ അയൺ ഇവിടെ നിന്ന് കിട്ടി എനിക്ക്. അവിടെ ഈ മോസ് ബ്ലോക്കും കൊണ്ട് നമുക്ക് പോയിട്ട് ഒരു പിക്കാക്സും ഒരു ഷീൽഡും ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടോർച്ചും ഉണ്ടാക്കി താഴേക്ക് ഇറങ്ങി നമുക്ക് ഡീപ്പ് സെറ്റ് മൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി മേളിലായിട്ട് കയറി പോവാം. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ലക്ക് ഓഫ് ദ സീയും അൺബ്രേക്കിംഗ് ലൂറുള്ള ആ ഫിഷിംഗ് റോഡ് കിട്ടിയില്ലായിരുന്നു. ആ ഫിഷിംഗ് റോഡ് കിട്ടിയ അതേ സ്ട്രക്ചറിൽ നിന്ന് തന്നെ എനിക്കൊരു 6 വീറ്റും കിട്ടി. അതുകൊണ്ട് ഞാൻ ഒരു 2 ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഈ ചിക്കനെ കൂടി കൊണ്ടിട്ട് നമുക്ക് ഒന്ന് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുറച്ച് അയണൊക്കെ താഴെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് തൂക്കാം. ഓക്കെ, നമുക്ക് ഒരു നല്ല വലിയ കേവാണ് ഈ ചോക്കെ. ഇത് ചാട് ഇങ്ങനെ പോയാൽ പെട്ടെന്ന് ഇത്ര അടുത്ത് ഞാൻ ചാവൂലോ. 52 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം അയൺ എന്നാ ഇതിപ്പോൾ ഫസ്റ്റത്തെ കോള്. അയ്യോ ചത്ത് ഇവന്മാരൊന്നോട്ട്. ഓക്കെ, ഞാൻ അവന്മാരെ കൊന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെയുള്ള ഈ അയണങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം. നാക്ക് അടിക്കാൻ സമയമായി. നമുക്ക് ഈ അയണൊക്കെ മൈൻഡ് ചെയ്തിട്ടേക്കാം. ഇവിടെ ഒരുപാടുണ്ട്, എല്ലാം എൻ്റേത്. ഓക്കെ, സെറ്റ്. എത്ര കിട്ടി? 8 കിട്ടി. നമുക്കൊരു 40 അയണൊക്കെ മതിയാവും. നമുക്ക് അയൺ ആർമറും ടൂൾസ് ആവാൻ വേണ്ടി. എന്തായാലും ഡീപ്പ് സെറ്റ് മൈൻഡ് ചെയ്യാൻ പോവാ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അയണും കിട്ടുവാണെങ്കിൽ ഇവിടെ എളുപ്പമല്ലേ. ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. അതെ, ഡീപ്പ് സെറ്റ് ഇതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്തേക്കാം. നമുക്കതൊരു 2 ചാക്ക് എടുത്തേക്കാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഇതെന്തത്? അതെ, അയൺ. എല്ലാം അയൺ എൻ്റേത്. കിട്ടി. വരൂ പോകാം. ഡീപ്പ് സെറ്റ്. അയ്യോ, കേൾക്കോ. ഞാൻ ഇപ്പോൾ ചാവും. ജസ്റ്റ് ഇപ്പം ചത്തേനെ ഞാൻ. ഏത് സമയത്താണ് ആൾ സ്കെൽറ്റർ സ്പോണാന്ന് തോന്നുന്നത്. വേണ്ട വെക്കണോ? അവൻ ഇന്ന് കൊന്നൊന്നുമില്ല. അവനെയും കൂടി ഒന്ന് ഞാൻ കൊന്നോട്ട്. ഓക്കെ, അവനെ ഞാൻ അങ്ങ് നോക്കി. അതെ, ഗോൾഡും കിട്ടി. ഓക്കെ, എല്ലാം എൻ്റേത്. അതെ, അയണും ഉണ്ട്. നമ്മൾ കാര്യം അയണ മൈൻഡ് ചെയ്യാനല്ല വന്നത്, നമ്മൾ ഡീപ്പ് സെറ്റിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ നമുക്ക് കൂടുതലും കിട്ടുന്നത് അയണാണ്. നമുക്ക് എന്തായാലും ഈ ഡീപ്പ് സെറ്റൊക്കെ ഒന്ന് കുറേ മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ആവശ്യമുള്ള എല്ലാ റീസോഴ്സും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഇരിക്കണ ഈ പെട്ടിയില്ലേ, എൻ്റെ ഷീൽഡിൻ്റെ ബാക്കിൽ ഇരിക്കണ പെട്ടി, ആ പെട്ടിക്കാൻ നിറച്ച് ഞാൻ റീസോഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നിത് 2 മണിക്കൂറൊക്കെ എടുത്തു. ഞാനിത് കുറേ നേരം, ഒരു ദിവസമൊക്കെ എടുത്തു ഞാൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടി. എന്തായാലും ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വീട് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. റീസോഴ്സ് എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ആ ഒരു വീട് ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാലോ.
ഉണ്ടാക്കണ ചെറിയൊരു അതേ അവിടെ ലേ ഔട്ടും വരച്ചിട്ടുണ്ട് ഞാൻ. ഇതായിരിക്കും നമ്മുടെ വീടിൻ്റെ ലേ ഔട്ട്. ഞാൻ ഉണ്ടാക്കണത് ചെറിയൊരു സ്പീഡിൽ നിങ്ങൾ പോയി കണ്ടിട്ടോ. ഇതാണ് ഞാൻ എടുത്തു വെച്ച റീസോഴ്സൊക്കെ. ഈ സ്പ്രൂസ് ഞാൻ കാണിച്ചായിരുന്നു. ഞാൻ ചെറിയൊരു ഫോറസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ ബ്രിച്ച് ഞാൻ നമ്മുടെ 47 സാപ്പിളും കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത പിന്നെ ഡാർക്ക് ഓക്കൊക്കെ സെറ്റായിരുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റോണിന് മൈൻ ചെയ്യാൻ പോയി. അവിടെ നിന്ന് ഞാൻ കുറച്ച് സ്റ്റോണൊക്കെ എടുത്ത് ബ്രിക്കൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ ഡീപ് സിൽറ്റൊക്കെ മൈൻ ചെയ്യാൻ പോയിട്ട് ഡീപ് സിൽറ്റൊക്കെ എടുത്ത് പിന്നെ ലാൻഡേണൊക്കെ സെറ്റാക്കി. ഞാൻ ഒരു ലെക്ടേണിൻ്റെ കൂടിയും കുറവുണ്ട്. ആ ലെക്ടേൺ നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്തൊരു വില്ലേജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ലെക്ടേൺ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ, ബുക്ക് ഷെൽഫൊക്കെ വേണമെന്ന് തോന്നുന്നു ലെക്ടേൺ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ലെക്ടേൺ ഉണ്ടാക്കിയില്ല. ഇതുവരെ ഉള്ളത് വെച്ച് ഓണം പോലെയാണല്ലോ, നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. hours later. ഇരിക്കുന്ന കണ്ട എൻ്റെ വീട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വീട്. ഇതെൻ്റെ സ്റ്റാർട്ടർ ബേസ് ആണ്. ഇത് സ്റ്റാർട്ടർ ബേസ് എന്ന് കണ്ടാൽ പറയുക ഇതെൻ്റെ ഹാർഡ് വർക്ക് മൊത്തം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഞാൻ ഇൻറ്റീരിയർ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഹാർഡ് വർക്ക് മൊത്തം എന്നാലും അതിനകത്ത് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പണിയാൻ പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റൂഫാണ് കേസ്. ആ റൂഫ് കുറച്ച് പാടായിരുന്നു പണിയാൻ. എന്തായാലും ഞാൻ പണിഞ്ഞു. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി ക്രീപ്പറൊക്കെ പൊട്ടി നശിപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ ഈ തറ ഇങ്ങനെ ആൻറ്റസൈറ്റ് സ്റ്റോണും വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യാൻ നേരത്തെ വെച്ചാണ്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ മേളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്. അപ്പോൾ മേളിലാണ് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഒക്കെ നമ്മൾ വെക്കാൻ പോകണം. നോക്കാം. ഇവിടെ ഒരു കുറച്ച് ഡർട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് ഗ്രാസ് ബ്ലോക്ക് ആക്കണം. അപ്പം അതിന് ഗ്രാസ് ബ്ലോക്ക് വേണം. അത് നമ്മുടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡയറക്റ്റ് വെച്ചേക്കണേ. പക്ഷേ ഈ താഴത്തെ ആ റൂമിൽ നമ്മൾ ബെഡ്റൂം ആക്കും. പക്ഷേ ഇതെന്താക്കുമെന്ന് എനിക്കൊരു ഇതില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ. എനിക്ക് എൻചാൻറ്റിങ് റൂം ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെയും കൂടി ഇത് എനിക്ക് വേണം. എന്നാലാണ് എനിക്ക് അവിടെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡയോറൈറ്റിൻ്റെ വാള് വെക്കാനുണ്ടല്ലോ, അതും കൂടി ഒന്ന് വെച്ചോട്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക്
ഇതാണ് നമ്മുടെ ബാൽക്കണി. നമുക്ക് ആരും ഇവിടെ ലെക്റ്റാണ് വെക്കാനുള്ളത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലെക്റ്റാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റിൻ്റെ വാൾ വെച്ചെന്നുള്ളൂ. ഇതാണ് എൻ്റെ ബേസ്. ചുമ്മാ കിറ്റിലും ബേസാണ് ചേച്ചി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആവശ്യം പിന്നെ എൻ്റെ ഹങ്കർ കുറവാണ് ചേച്ചി. ഈ ഹങ്കർ ഞാൻ എങ്ങനെയൊക്കെ കൂട്ടിയെടുക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി വെക്കണം. ഫുഡിലാണ് നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുള്ള ചേച്ചി. അതാണ് നമുക്കിപ്പോൾ ഈ പന്നീനെ കൊന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇച്ചിരി സർവൈവ് ചെയ്തിരിക്കണേ. അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ വീറ്റ് ഫാം ഉണ്ടാക്കാം. നമ്മൾ വീറ്റ് ഫാം. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം. ഈ ബാക്ക് ഭാഗം വലിയ രസമില്ല, കാരണം ഞാൻ ഒത്തിരി ഒന്നും ബാക്കിലായിട്ട് ചെയ്തിട്ടില്ല. ഇത് നമുക്കൊരു ഷെഡ് പോലത്തെ സംഭവം, ഇവിടെ പന്നീനെയും ആടിനെ കൊണ്ടുവരാനുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇത് എൻ്റെ വീട് എങ്ങനെയുണ്ട് ചേച്ചി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ്. ഇത്ര റീസെർച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് ചേച്ചി. എന്തായാലും ഇതിലും ബേസാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി ഒരു അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.